നൃത്തപരിപാടിക്കിടെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. എന്നാൽ വെന്റിലേഷൻ എത്ര ദിവസം തുടരണമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷ്ണുവിനെതിരെ പണപ്പിരിവിനും പോലീസ് കേസെടുത്തു. വിവാദ നൃത്ത പരിപാടിയുമായി കൊച്ചി മെട്രോയും MD ലോക്നാഥ് ബെഹ്റയും സഹകരിച്ചിരുന്നതായും വ്യക്തമാക്കി. Art magazine Mridangam is venturing to take a near impossible task to create a record in the Guinness Book of Records by putting 12,000 dancers to dance simultaneously at the same time in the Kaloor International Stadium on 29th of December. They will do a Bharatanatyam performance to break the existing Guinness Book of World Records. I will also be there. You also please come and പരിപാടിയെക്കുറിച്ച് നേരിട്ട് പരിശോധിക്കാത്തതിന് കൊച്ചി കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. കലൂർ സർക്കിളിലെ MN നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഓരോ ദിവസവും ശുഭകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. എങ്കിലും വെന്റിലേഷൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു. അതോടൊപ്പം അറിയേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളാണ്. നേരത്തെ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് വ്യക്തമായിരുന്നു. അത് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യമാണ്. ഇതോടൊപ്പം ഈ പണപ്പിരിവ് നടത്തി, വ്യാപകമായ രീതിയിലൊരു പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം തുടക്കത്തിൽ പുറത്തു വന്നിരുന്നുവല്ലോ. പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതും? ഡാനി. ടോം, ഇതിൽ ഉമാ തോമസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇതിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ആശാവഹമാണ്. കാരണം അവർ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തനിയെ അവർക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നു എന്നതാണ്. അത് വലിയ പുരോഗതി തന്നെയാണ്. എങ്കിലും നിലവിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ആ രീതി അത് തന്നെ അനുവർത്തിച്ചായിരിക്കും മുന്നോട്ട് പോകുക എന്നതാണ്. കാരണം ഇപ്പോഴുള്ളൊരു ചികിത്സാ രീതിയും കാര്യങ്ങളുമെല്ലാമായിട്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. ഇതെല്ലാം സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘവുമായും ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഒരു യോജിച്ച തീരുമാനത്തിലാണ് ഈ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഡോക്ടർമാർ പറയുന്നു മക്കൾ അകത്ത് കയറിയപ്പോൾ അവർക്ക് പുതുവത്സരാശംസകൾ നേർന്നു. നേരത്തെ ശബ്ദത്തിൽ അവർ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ആളുകളെ തിരിച്ചറിയുന്നു. മക്കളെ കൂടാതെ ഇന്ന് ഡോക്ടർമാർ, പരിചയമുള്ള ഡോക്ടർ അദ്ദേഹത്തെയും തിരിച്ചറിഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആളുകളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു എന്നതെല്ലാം തന്നെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ, കൈകാലുകൾ അനക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിലവിൽ ശ്വാസകോശത്തിനേറ്റ ക്ഷതങ്ങൾ അത് മാറി വരുന്നു. അതിനുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് തന്നെ തലച്ചോറിനേറ്റ ക്ഷതവും ഭേദപ്പെടും. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇതിൽ ആശാവഹമായ പുരോഗതിയുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. എന്തായാലും കുറച്ച് ദിവസം കൂടി വെന്റിലേറ്റർ സഹായത്തോടു കൂടി അവർ തുടരും. അതിനുശേഷമായിരിക്കും എല്ലാവരുമായി വിദഗ്ധ സമിതിയുമായി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും വെന്റിലേറ്റർ സംവിധാനം നീക്കുന്നതായ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതുള്ളൂ. മറ്റൊന്ന് ടോം ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നിലവിൽ പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് മാറി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഗൗരവതരമായി ഈ കേസിനെ സമീപിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ചെറിയ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ മാത്രമാണ് അവർക്കെതിരെ ഉണ്ടായിരുന്നത്. അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് അവരെല്ലാം തന്നെ പുറത്തു വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം പോലീസ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള ചില പരാതികൾ ഇതിൽ മുന്നോട്ട് വന്നിരുന്നു. അതിൽ മാതാപിതാക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് അവരെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിൽ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
കാരണം വലിയ രീതിയിലുള്ളൊരു പണപ്പിരിവ് ഇതിൽ നടന്നിരിക്കുന്നു. അത് സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ 12,000-ലധികം കുട്ടികൾ അവിടെ വന്നിരുന്നു. അവരിൽ നിന്നെല്ലാം തന്നെ പണം ഈടാക്കുന്നു. അത് ഒരു നിശ്ചിത തുക എന്ന രീതിയിലല്ല, പലരിൽ നിന്നും പല പോലെ അവരിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നെന്ന് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇതിനു മാത്രം ഏത് രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, എന്താണ് അവരുടെ കൃത്യമായ ഒരു ലക്ഷ്യം എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരികയുണ്ട്. ഒപ്പം തന്നെയും ഇതിലെ മുൻകൂർ ജാമ്യവുമായി 2 പേർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 സംഘാടകർ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് മൃദംഗ വിഷൻ അതിൻ്റെ MD-യും അതോടൊപ്പം തന്നെ ഇത് ഇവൻ്റ് മാനേജ് ചെയ്ത കമ്പനിയുടെ പ്രൊപ്പറേറ്ററുമാണ് കോടതിയിലേക്ക് വന്നിരുന്നത്, മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. ഇതിൽ നികോഷ് കുമാറിനോടും അതോടൊപ്പം തന്നെ പ്രൊപ്പറേറ്റർ ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഇത് ചുമതല വഹിച്ചിരുന്ന ഓസ്കാർ ഇവൻസിൻ്റെ പ്രൊപ്പറേറ്ററുണ്ട്, അദ്ദേഹത്തോടും കോടതി പറഞ്ഞത് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങണമെന്നതാണ് കോടതി കൊടുത്ത നിർദ്ദേശം. അതിനുശേഷം ഈ മുൻകൂർ ജാമ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാജിയാകാമെന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുക എന്ന നിർദ്ദേശവും കോടതി പറഞ്ഞതോടുകൂടിയാണ് ഈ കേസ് വളരെ ശക്തമായിട്ട് തന്നെ കോടതിയും കാണുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തേണ്ടി വരും, എന്താണ് നടന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ പോലീസ് ഒരു ഭാഗത്ത് കേസ് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും ഡാനി, ഇതോടൊപ്പം 2 ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് കല്യാൺ സിൽക്സും കൊച്ചി മെട്രോയും ലോക്നാഥ് ബെഹ്റയും ഒക്കെ ഈ പരിപാടിയുമായി, ഈ വിവാദ പരിപാടിയുമായി സഹകരിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ തുടക്കത്തിൽ തന്നെ പുറത്തു വന്നതാണ്. ഇത് നിഷേധിച്ച് കല്യാൺ സിൽക്സ് രംഗത്തെത്തിയിരുന്നു. കൊച്ചി മെട്രോയും കല്യാൺ സിൽക്സും ഒക്കെ ഏത് രീതിയിലാണ് ഈ പരിപാടിയുമായി സഹകരിച്ചിരുന്നത്? ടോം, ഇതിൽ സ്ഥാപനങ്ങൾ എന്ന രീതിയിലുള്ളൊരു സഹകരണം മാത്രമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. അത് മറ്റു വിവാദങ്ങളിലേക്ക് തങ്ങളെ വലിച്ചിഴക്കരുത്, അവർ ആവശ്യപ്പെട്ട സാരി നൽകുക മാത്രമായിരുന്നു തങ്ങൾ ചെയ്തിരുന്നത്. അതിനീടാക്കിയ തുക സംബന്ധിച്ചും അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കി തങ്ങൾക്ക് ഈ പരിപാടിയുമായി ഒരു ബന്ധവുമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. കൊച്ചി മെട്രോയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ ആശംസ നേർന്നുകൊണ്ട് ഈ മൃദംഗ വിഷൻ്റെ സൈറ്റുകളെല്ലാം നോക്കിയാൽ നമുക്ക് കാണാം, പലരും സിനിമാ രംഗത്തെ തന്നെ അടക്കമുള്ള പലരും ഇവർക്ക് ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ കാണാം. അതിൽ ഒരാളാണ് ഇപ്പോൾ ഈ നമ്മൾ KMRL MD-ആയ DGP ലോക്നാഥ് ബെഹ്റയുടെ ആശംസയും ആ രീതിയിലുള്ളതാണ്, എല്ലാവർക്കും ആശംസ നേർന്നു എന്നതാണ്. പക്ഷെ അവിടം കൊണ്ട് അത് KMRL-ൻ്റെ ഒരു സഹകരണം അവസാനിച്ചിരുന്നില്ല എന്നതുകൂടി നമ്മൾ നോക്കണം. ഇവിടെ വന്നവർക്ക്, ഇതിൽ പങ്കെടുക്കാൻ വന്നവർക്ക്, ഈ ഡാൻസ് അവതരിപ്പിക്കാൻ വേണ്ടി വന്നവർക്കെല്ലാം തന്നെ നിശ്ചിത ശതമാനം തുക കിഴിവ് യാത്രാക്കൂലിയിലെല്ലാം തന്നെ അവർ നൽകിയിരുന്നു. അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് വരുന്നവർക്കും അവിടെ ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ അവരുമായി സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി നടന്നിരുന്നു. നാളെ അത് KMRL എന്തുകൊണ്ട് തങ്ങളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സഹകരണം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകുമായിരിക്കും. ഏതായാലും ഇതുവരെയും ഒരു ഔദ്യോഗികമായ തലത്തിലൊരു വിശദീകരണവുമായിട്ട് വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ പരിപാടിക്ക് കാര്യമായ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കല്യാൺ സിൽക്സ് വിശദീകരണം നൽകിയിട്ടുണ്ട്, മറ്റു രീതിയിലുള്ള ഒരു സഹകരണവും ഉണ്ടായിരുന്നില്ല. സാരി നൽകി, അത് പണം വാങ്ങിയാണ് സാരി നൽകിയത്. എന്നാൽ ഈ KMRL-ന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക തിരിമറി ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്.